അപ്പോൾ ഇതാ ഞാനിതാ കൈയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വെക്കണ്ടായി, മുന്നേ തന്നെ ഡ്രൈ ആവും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. ഇന്ന് ഞാൻ വന്നേക്കണതേ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ, കരുവാളിപ്പ്. നമ്മുടെ കൈയും കാലൊക്കെ ഇങ്ങനെ കരുവാളിക്കുക, പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടൊന്ന് കരുവാളിച്ച് തന്നെ പോകും. അപ്പോൾ ആ കരുവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കും കൊണ്ടുവന്ന് വന്നേക്കണത്. ഞാൻ ഇന്നലെ തയ്യാറാക്കിയിട്ടൊന്ന് തേച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഇട്ടതാണ്. ഞാൻ കഴുത്തിലൊക്കെ തേച്ച് കൊടുത്താൽ കഴുത്തൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടോ. പക്ഷേ ആ ബ്രൈറ്റ്നെസ് നമുക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ അത് നമ്മൾ സ്ഥിരമായിട്ട് തന്നെ കഴുത്തിലും കൈകളിലൊക്കെ തേച്ച് കൊടുക്കുക. മുഖത്ത് തേക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു പാക്ക് നന്നായിട്ട് അരച്ചിട്ട് വേണം തേക്കാൻ. അതിൻ്റെ തരികളൊക്കെ ഉള്ള പാക്ക് തേക്കുമ്പോൾ, ഡെയിലി തേക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. അപ്പോഴത്തേക്ക് നമ്മൾ വെയിൽ ചൂടൊക്കെ കൊള്ളുമ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ ചുമന്ന് നല്ല സെൻസിറ്റീവ് ആവട്ടോ. അതുകൊണ്ട് ഡെയിലി തരികളുള്ള പാക്കുകൾ ഡെയിലി തേക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തരികളൊന്നും ഇല്ലാത്ത നല്ല ക്രീമായിട്ടിരിക്കുന്ന പാക്കൊക്കെ ആണെങ്കിൽ മുഖത്ത് ഡെയിലി തേക്കുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് കൈകളിലും കാലിലൊക്കെ തരിയുള്ള പാക്കൊക്കെ തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുഖത്ത് തേക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടൊരു ക്രീമിൻ്റെ ഒരു പാക്കിലാണ്, അരിപ്പൊടി വെച്ചുള്ള ക്രീം. അത് അടിപൊളിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് മുഖത്ത് തേക്കുവാണെങ്കിലും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും. അത് പകൽ തേക്കണ്ട, ഈ ചൂടത്തൊന്നും തേക്കൊന്നും വേണ്ട. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ തേച്ചാൽ മതി കേട്ടോ. കിടക്കാൻ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. 2 ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോ ആണ് ഇത്, അരിപ്പൊടി വെച്ചുള്ള ഒരു ക്രീമിൻ്റെ വീഡിയോ. അത് അത്ര ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ഒരു തരി പോലില്ലാത്ത നല്ല സോഫ്റ്റായിട്ട്. അതനുസരിച്ച് കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കൈകളിലെ ടാനൊക്കെ മാറ്റാൻ, കൈകളിലും കാലിലെ ടാനൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കായിട്ടാണ് വന്നേക്കുന്നത്. കൂടാതെ മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു മുടി കറക്കാൻ പറ്റിയ സൂപ്പർ ഒരു നാച്ചുറൽ ഡൈയുടെ വീഡിയോ. അപ്പോൾ അതിൽ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഇന്നലെ ചെയ്ത ഡൈ ഇല്ലേ, ആ ഡൈനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഇന്നലെ തയ്യാറാക്കിയത് നെല്ലിക്കയും 2-3 നെല്ലിക്ക എടുത്ത് നന്നായി മിക്സിയിൽ ജാറിലിട്ടിട്ട് കുരു കളഞ്ഞിട്ട് മിക്സിയിൽ ജാറിട്ട് നന്നായിട്ട് അരച്ചെടുത്ത്. കാരണം അതിന് നീര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കേട്ടോ. അല്ലെങ്കിൽ നീര് കിട്ടാൻ ഇത്തിരി പാടാണ്. അല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്തിട്ട് വേണം നീരെടുക്കുക. അപ്പോൾ ഒരുപാട് നെല്ലിക്ക നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ആ നീര് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ വേണ്ടത് ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നീലപൃങ്ങാതിയാണ്, പൊടിയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ചേർത്ത് കൊടുത്തു 1-2 സ്പൂണിന് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിലോട്ട് ഈ നെല്ലിക്കയുടെ നീരും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇരുമ്പ് ചട്ടിയിൽ അങ്ങ് അടച്ചു വെച്ചു. പിറ്റേ ദിവസം ഞാൻ രാവിലെയൊക്കെ ജസ്റ്റ് ഞാൻ പരീക്ഷിച്ച് നോക്കി. കാരണം ഇതിൻ്റെ കറുപ്പ് എത്രത്തോളം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയ്യിലൊക്കെ വെച്ചപ്പോൾ എനിക്ക് അത്രയും കറുപ്പ് വന്നില്ല. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണി ആയപ്പോൾ തന്നെ എൻ്റെ കൈക്ക് പിന്നെ വീണ്ടും ഞാൻ കൈ കൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ കൈക്ക് അത്യാവശ്യം കറുപ്പായിരുന്നു കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, അത്യാവശ്യം കറുപ്പായി വന്നത്. ഈ ഒരു ഡൈ ഉണ്ടല്ലോ, നമുക്ക് ദിവസം നമ്മുടെ മുടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഓട്ടോമാറ്റിക്കലി പതുക്കെ കറുത്ത് വരും കേട്ടോ. അപ്പോൾ നല്ല മുടി വളരാനും നല്ലതാണ്. കാരണം നമ്മൾ ഈ ഒരു പാക്കിലോട്ട് ഈ ഒരു ഡൈ തയ്യാറാക്കാൻ നമ്മളത് കരിക്കുകയോ പൊടിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നല്ലവണ്ണം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കറക്കാൻ നല്ലതാണ്. പിന്നെ വെളുത്തിരിക്കുന്ന മുടിയിലോട്ട് പെട്ടെന്ന് നമ്മൾ ഈ ഡൈ ചേർക്കും. ഇത് നമ്മൾ കെമിക്കലല്ല, നാച്ചുറലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ കറക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിത് സ്ഥിരമായിട്ട് തേക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ച 2-3 തവണ തേക്കുമ്പോൾ നമ്മുടെ മുടിക്ക് പതുക്കെ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അത് ഒന്നാമത്തെ ടിപ്പാണ്. ഇന്നലെ പറഞ്ഞ ആ ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, മുടി വീണ്ടും നന്നായിട്ട് കറക്കാനായിട്ട്. അതിൽ ഒരാൾ കമൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ നെല്ലിക്കപ്പൊടി ചേർക്കാവോ എന്ന് അങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലിക്കപ്പൊടി ചേർക്കുന്നതിന് കുഴപ്പമില്ല. നെല്ലിക്കപ്പൊടിയും തൈരും ചേർത്തുള്ള ഒരു ഹെയർ പാക്ക് ഞാൻ മുമ്പ് ഞങ്ങൾക്ക് ഷെയർ തന്നായിരുന്നു. മുടി നന്നായിട്ട് കറക്കാൻ നല്ലതാണ്. ആഴ്ചയിൽ 2-3 തവണ തേക്കുവാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പുണ്ടാവും. പക്ഷേ ഇത് മാസത്തെ ഒരു തവണ തേക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കണം, എങ്കിലാണ് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. 2-3 മാസം കണ്ടിന്യൂസ് തേക്കുമ്പോഴാണ് നല്ല വ്യത്യാസം നമ്മുടെ മുടിക്ക് നന്നായി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത് അടിപൊളി ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടിയും ഈ ഒരു നീല എന്താ പേരപ്പാ
കയ്യൂന്നിയുടെ പൊടിയും ഈ നെല്ലിക്കപ്പൊടിയും കൂടെ ഇരുമ്പച്ചട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി കട്ടൻ ചായയും കൂടി ഇച്ചിരി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് തേക്കാം. അത് അടിപൊളി ടിപ്പാണ്. പിന്നെ വേറൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കയ്യൂന്നി പൊടിക്ക് പകരം കയ്യൂന്നിയുടെ ഇല എടുക്കാം. പക്ഷേ കയ്യൂന്നിയുടെ ഇല നമ്മളത് എടുക്കുമ്പോൾ വേരോടെ തന്നെ എടുക്കണം, വേരോടെ തന്നെ പറിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ കയ്യൂന്നി ഇട്ടിട്ട് ചില ആൾക്കാർക്ക് ചൊറിച്ചൽ അലർജിയൊക്കെ വരാറുണ്ട്. കയ്യൂന്നി പൊടിക്ക് അത്രയും പ്രശ്നമില്ല, അത് നമ്മൾ ഉണക്കിയെടുത്ത് പൊടിച്ച് വെക്കുന്നുള്ളൂ. പക്ഷേ കയ്യൂന്നി ഇല പറിച്ചെടുക്കുമ്പോൾ ചില ആൾക്കാരുടെ കാര്യമാണ് പറയണത്, അലർജി വരാറുണ്ട്, ചെവിയൊക്കെ തടിച്ച് വീർത്ത്. അങ്ങനെ ഒരാൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾ തേച്ചപ്പം ഇങ്ങനെ വന്നു. ഞാനീ തേച്ച പാക്കല്ല കേട്ടോ, വേറെ മുമ്പ് അവർ എണ്ണ കാച്ചാൻ നേരത്തെ കയ്യൂന്നി ഇല ഇട്ടപ്പം ചെവിയൊക്കെ ചീർത്ത് വന്ന് ഭയങ്കര അലർജിയായി തലവേദനയൊക്കെ വന്നൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ എപ്പോഴും കയ്യൂന്നിയുടെ കാര്യം പറയുമ്പോൾ അത് എടുത്തു പറയണത്. കാരണം അലർജി ഇല്ലാത്തവർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് എടുത്തെടുത്ത് പറയണത്. കയ്യൂന്നിയൊക്കെ എല്ലാവർക്കും പിടിക്കണമെന്നില്ല, അതുപോലെ നെല്ലിക്ക എല്ലാവർക്കും പിടിക്കണമെന്നില്ല. നെല്ലിക്ക തണുപ്പാണ്, ഈ കയ്യൂന്നിയും തണുപ്പുള്ള സാധനം തന്നെയാണ്. അപ്പോൾ തണുപ്പൊന്നും ഇല്ലാത്തവർക്ക് മാത്രമേ ഈ ഒരു ടിപ്പുകളൊക്കെ പറ്റുള്ളൂ കേട്ടോ. തണുപ്പ് ആ ഒരു ചെറിയ കാറ്റടിക്കുമ്പോഴത്തേക്കും ജലദോഷം പനി പോയിരിക്കുന്നവർക്കൊന്നും ഈ ഒരു ടിപ്പ് ഒരു കാരണവശാലും പറ്റില്ല. കാരണം ഇതൊക്കെ തേക്കുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നമ്മുടെ തലമുടി വെച്ചിരിക്കണം. എങ്കിലാണ് നമുക്ക് അതിൻ്റെ ക്രമേണ നമ്മുടെ മുടിയൊക്കെ പതുക്കെ ഒന്ന് കറുപ്പായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ടിപ്പ് പറഞ്ഞുതരാം, സൂപ്പർ ടിപ്പാണ്, നിങ്ങൾ കേൾക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 നെല്ലിക്ക എടുക്കുക, നല്ല പച്ച നെല്ലിക്ക എടുക്കുക കേട്ടോ. പച്ചനെല്ലിക്ക എടുക്കുക. എന്നിട്ട് എന്താ പറയുക, ഇടികലി ഇട്ടിട്ട് ആ കുരുവൊക്കെ കളയണം. കുരു കളഞ്ഞിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് വെച്ച് നന്നായിട്ട്, തുണി വെക്കുവാണെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടും കേട്ടോ. തുണി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നീര്. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് കയ്യൂന്നി നമ്മൾ വേരോടെ തന്നെ പറിച്ചെടുക്കണം. ഇലയൊന്നല്ല, വേരോടെ തന്നെ പറിച്ചിട്ട് നന്നായിട്ട് നല്ല വൃത്തി കഴുകിയിട്ട് അതും ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുക്കുമ്പോൾ തന്നെ ആ കയ്യൂന്നിയുടെ ആ ഒരു കറുത്ത കളറൊക്കെ, കറുപ്പാണ് കരിനീല കളർ അല്ലേ, ആ കളറൊക്കെ നമ്മുടെ കയ്യിൽ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ കയ്യൂന്നി നമ്മുടെ മുടി കറുപ്പിക്കാൻ അടിപൊളി സാധനമാണെന്ന്. എന്നിട്ട് അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ നെല്ലിക്കയുടെ നീരും കയ്യൂന്നിയുടെ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട്, കുറച്ച് മാത്രം ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ട് നമ്മളിത് തലമുടിയിലും തലയോട്ടിയിലൊക്കെ, നമുക്ക് തലമുടിയാണല്ലോ കറുത്ത് വരുന്നത് അല്ലേ, അപ്പോൾ തലയോട്ടി തേച്ചാലല്ലേ നമ്മുടെ ആ വളരുന്ന മുടിയും കൂടെ കറുപ്പ് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം മുടി അറ്റം വരെ തേക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് തലമുടിയിലും തലയോട്ടിയൊന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളയും. ഇത് നിങ്ങൾ ഡെയിലി തേച്ച് നോക്കൂ, നല്ല വ്യത്യാസം ഉണ്ടാവും, മുടിക്ക് നല്ല കറുപ്പുണ്ടാവും. ഇത് നല്ല അടിപൊളിയല്ലേ. പക്ഷേ കയ്യൂന്നി ഇപ്പോൾ വെയിലായതുകൊണ്ട് ഇവിടെ ഒന്നും കയ്യൂന്നിയുടെ ഒരു നിഴൽ പോലും കാണുന്നില്ല. മഴ പെയ്യുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ആയി വരട്ടെ. കാരണം മഴ പെയ്യുമ്പോൾ ഈ ഭാഗം മൊത്തം ആ വെള്ളം ഒഴുകണ ഭാഗത്തൊക്കെ പുറവശത്തൊക്കെ നല്ലോണം കയ്യൂന്നി ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് അടിപൊളി ടിപ്പാണ്, അത് നിങ്ങൾ പരീക്ഷിക്കട്ടെ. അപ്പം ഈ കയ്യൂന്നി ഇവിടെ കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മാർഗ്ഗം സ്വീകരിച്ചത്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇന്നലെ ചെയ്ത പാക്ക് ഉണ്ടല്ലോ, ഈ മുടി കറുപ്പിക്കാൻ നാച്ചുറൽ, അത് അടിപൊളിയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വെച്ചാൽ നാച്ചുറൽ ഡൈ ആണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടില്ല. ഇതിന് നമ്മൾ തുടർച്ചയായി തേക്കുക, അല്ലെങ്കിൽ ആഴ്ച 3 തവണ തേക്കുക, വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങളുടെ മുടി നന്നായിട്ട്, വെളുത്ത മുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈലാഞ്ചി അരച്ച് തേക്കുക. മുടി നല്ല ഗോൾഡൻ കളറാവുക. പിറ്റേ ദിവസം നീലാമരി ചേർത്ത പാക്ക് തേക്കുക. അത് അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാം. പക്ഷേ ആ തേച്ച ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ വേറൊരു പാക്ക് ഇട്ടു, അത് കഴിഞ്ഞ് വേറെ ഷാമ്പു ഇട്ട് കഴുകി, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കറുപ്പൊക്കെ, മുടിയിലെ കറുപ്പൊക്കെ പതുക്കെ കുറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത പാക്കില്ലേ, ഹെയർ പാക്ക്, അത് തേച്ച ഉടനെ തന്നെ നിങ്ങൾ ഷാമ്പുവോ സോപ്പ് ഉപയോഗിച്ചൊന്ന് കഴുകി കളയരുത് കേട്ടോ. കഴുകി കളയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യിലെ കറുപ്പൊക്കെ, ഇന്നലെ ഞാൻ തേച്ച കയ്യിലെ കറുപ്പൊക്കെ ഉണ്ടോ, പോയില്ലേ. അപ്പം അത് നമ്മൾ അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ സോപ്പും ഷാമ്പുവും അധികമൊന്നും തേക്കണ്ട കേട്ടോ. അത് തലയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട്, ലേശം തൊട്ട് തലോടി എണ്ണയൊക്കെ തേച്ചിട്ട് ആ ഒരു ഡൈ അങ്ങ് തേച്ച് കൊടുത്താൽ. ഡൈ എന്നൊക്കെ ഞാൻ പറയണ വാക്കുകളാണ്, നിങ്ങൾക്ക് പാക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, മുടി കറക്കാനൊക്കെ നല്ലത് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ കരുവാളിപ്പ് മാറാനുള്ള പാക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ചെറുപയറാണ്. ഒരു 5-6 സ്പൂണ് ചെറുപയർ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു
5-6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്താൻ വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാവേ. കുറച്ച് പാലും ഒരു ഉരുളക്കിഴങ്ങും ചേർത്താണ് ഞാനിത് അരച്ചെടുത്തത്. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ജാറിലിട്ട് പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു. പാലെടുക്കുമ്പോൾ തിളപ്പിക്കാത്ത പാലെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടാകും നമുക്ക് അരച്ചെടുക്കാവേ. ഒരു തരി പോലും വരരുതേ. ഇപ്പോൾ ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കൊണ്ട് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് 2 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ടാനൊക്കെ വരുമ്പം തേച്ച് കൊടുക്കാം കേട്ടോ. ഡെയിലി തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഡെയിലി വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ചിരിക്കുന്ന കൈക്കൊക്കെ ഈ ഒരു പാക്ക് വെക്കുമ്പോൾ തന്നെ നല്ല മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക്. ഇനി നമുക്ക് കൈകൾ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയറും പാലും ഉരുളക്കിഴങ്ങും ചേർത്തുള്ള ഒരു അടിപൊളി ഒരു പാക്കാണിത്. നമ്മുടെ കൈകളിലെ കഴുത്തിലൊക്കെ ടാൻ മാറാനുള്ള സൂപ്പർ പാക്കാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചതായിരുന്നു തണുത്തിരിക്കാനായിട്ട്. നമുക്കിത് കൈകളിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ലോണം തേച്ചെടുപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ കഴുകി കളഞ്ഞാൽ മതിയേ. നല്ലോണം മസാജ് ചെയ്ത് വേണം കഴുകി കളയാൻ കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ കഴിയുമേ. അപ്പം ഞാൻ ഇത്തിരി കട്ടിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കണത്. ഇത് കയ്യിലൊക്കെ തേച്ച് കൊടുത്ത് അവസാനം നമുക്ക് മസാജ് ചെയ്ത് കൈകളങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. 2 കൈയിലും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കൈയിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈക്ക് നല്ല വെറുത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. ഈ ഒരു ടിപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ലേ? ഏറ്റവും നല്ല എളുപ്പത്തിലുള്ള ഒരു ടിപ്പല്ലേ. ചെറുപയറെടുക്കുക. ചെറുപയറെടുത്തിട്ട് തലേദിവസം വെള്ളത്തിലിടുക. എന്നിട്ട് തലേദിവസമല്ല, രാവിലെ കുറച്ച് ചെറുപയറെടുത്ത് വെള്ളത്തിലിടുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെറുപയറൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. അതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത്, തിളപ്പിക്കാത്ത പാലെടുക്കണേ. പാലും ചേർത്ത് ഒരു വലിയ കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണേ. അതുകൊണ്ട് ഇതുപോലെ ഇരിക്കും. ഇതിലിപ്പോൾ തരികളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് കൈകളിലൊക്കെ തേച്ച് കൊടുക്കാൻ നല്ല സുഖം തോന്നുന്നുണ്ട്. ഇപ്പോൾ തരികളുണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അത് നമുക്ക് മുഖത്ത് തേക്കണ്ട. തരികളുള്ള പാക്ക് ഒറ്റ ദിവസം കൊണ്ട് തേച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഡെയിലി തേക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം കൈ നല്ല വൃത്തി മസാജ് ചെയ്തിട്ട് വേണം കൈ നല്ല വൃത്തിയിൽ കഴുകി കളയാനേ. തേച്ച് കൊടുക്കുന്നതനുസരിച്ച് ഇതുപോലെ ഒന്ന് കൈകളിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കാനും മറക്കരുത് കേട്ടോ. ഞാനങ്ങനെ കൈകളിൽ അങ്ങനെ പാക്കുകൾ അങ്ങനെയൊന്നും തേക്കാറില്ല. എപ്പോഴും എൻ്റെ പരീക്ഷണം മൊത്തം എൻ്റെ മുഖത്താണ്. എൻ്റെ മുഖത്താണ് പരീക്ഷണങ്ങൾ മൊത്തം ചെയ്യണത്. കൈകളിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ കൈയൊക്കെ ഇങ്ങനെ ചുളിവുകളൊക്കെ വരുവാണെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഓയിൽ മസാജ് ചെയ്യും. പിന്നെ നല്ലൊരു സ്ക്രബ് ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ പാക്കൊക്കെ അങ്ങനെ ഡെയിലി ഒന്നും ചെയ്യാറൊന്നുമില്ല. ഉള്ള കാര്യം പറയണോ, നമുക്ക് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ മുഖത്ത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ആ ഒരു വൈറ്റ് ക്രീമില്ലേ, ഒരു എന്തായാലും പേര് അരിപ്പൊടിയുടെ ക്രീമില്ലേ, അത് തേക്കാറുണ്ട്. 2 ദിവസമായിട്ട് ഡെയിലി തേക്കാറുണ്ട്. അങ്ങനെ ഡെയിലി ഞാൻ മുഖത്ത് അങ്ങനെ ഒരു ക്രീമുകളും തേക്കാറില്ല. പക്ഷേ എൻ്റെ മുഖത്ത് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. പണ്ടത്തെ മുഖം ഇപ്പോഴത്തെ മുഖം വെച്ച് നോക്കുമ്പോൾ ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലൊക്കെ മാറ്റമുണ്ട്. നമ്മൾ നാച്ചുറൽ ടിപ്പാണല്ലോ. ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പഴയ രീതി തന്നെയാകും. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുക. അത് അങ്ങനെ തന്നെയാണ്. ഡൈ ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാൽ നമുക്കത് എപ്പോഴും ആ ഒരു നിറമായാലും മുടിയായാലും ഒക്കെ നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. നല്ലോണം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉണങ്ങുമ്പോൾ ഞാൻ കഴുകി കഴിയുമ്പം കാണിച്ചു തരാവേ. നല്ല റിസൾട്ട് വരുന്നതാണ്. നമ്മൾ കൈയൊക്കെ നല്ല കരുവാളിച്ചിരിക്കുന്ന കയ്യിൽ വേണം തേച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എൻ്റെ ഇവിടെ കൈയുടെ ഈ ഭാഗത്ത് അത്യാവശ്യം കറുപ്പുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കട്ട് തേച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാനിതാ കൈയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വെക്കണ്ടായി. മുന്നേ തന്നെ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്.
നല്ല വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? കൈയൊക്കെ നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട്. അപ്പം നല്ല കരുവാളിച്ചിരിക്കുന്ന കൈയൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ കഴിയേ. നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ കഴുത്തിലും തേക്കാവുന്നതാണ്. ഇതേ രീതി തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ തേച്ച് കൊടുക്കാൻ മറക്കരുത്. അതുകൊണ്ട് നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കട്ടി തന്നെ തേച്ച് കൊടുത്തായിരുന്നേ. അതാണ് ഇത്രയും കൈ ഒന്ന് ബ്രൈറ്റ് ആയത്. നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, ഇതൊരു പൊള്ളിയതാണ് പണ്ട്. ഇതും ബാക്കി ഒരു വിരലിനും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതൊരു പൊള്ളിയ പാടാണ്. ഇത് നോക്കണ്ട, നിങ്ങളിവിടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കരിവാളിപ്പൊക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പാക്കാണ്. നല്ല വ്യത്യാസം കേട്ടോ. ഞാൻ പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. പിള്ളേരും പറഞ്ഞിരുന്നു അമ്മ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നേ. ഞാൻ പറയും ഇത് നമ്മൾ സ്ഥിരം തേക്കണം കേട്ടോ. എന്താ കൂയിച്ച സ്ഥിരമായിട്ട് നമ്മൾ തേക്കണം. സ്ഥിരമായിട്ട് തേക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും. നമ്മുടെ കൈക്ക് നല്ല ബ്രൈറ്റ് ആവും. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ തേച്ച് കൊടുക്കാൻ മറക്കരുത്. അതെന്തായാലും തേച്ച് കൊടുക്കണം. കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ തണുത്തിരിക്കുന്ന ഒരു പാക്കല്ല കൈകൾ തേച്ച് കൊടുത്തത്. അതുകൊണ്ട് തണുത്ത വെള്ളം കൂടെ തന്നെ കൈ കൂടെ കഴുകിയപ്പോൾ നല്ല കൈക്ക് നല്ല ഒരു തണുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ടാറ്റ.